നമസ്കാരം. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും ശക്തമായ നടപടിക്ക് നിർദ്ദേശം നൽകി സർക്കാർ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് നീളുകയാണ്. മുഖ്യപ്രതി പൾസർ സുനിയുടെ ഫോൺ രേഖകളിൽ സിനിമാ പ്രവർത്തകരെ വിളിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. പോലീസ് ഉടൻ ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതിനിടെ പൾസർ സുനി കീഴടങ്ങിയേക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. കേസിലെ മറ്റൊരു പ്രതി വിജീഷും കീഴടങ്ങിയേക്കുമെന്നാണ് വിവരം. എന്നാൽ കീഴടങ്ങുന്നതിന് മുൻപ് പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം നടിയെ ആക്രമിച്ച സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. ക്രിമിനൽ ഗൂഢാലോചന വരെ അന്വേഷിക്കുമെന്ന് മന്ത്രി. ദൈവം മനുഷ്യരൂപത്തിൽ വന്ന് തെറ്റ് ചെയ്താലും നടപടിയെടുക്കുമെന്നും എ കെ ബാലൻ വ്യക്തമാക്കി. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു. പുതിയ തലങ്ങൾ പിന്നിടുമ്പോൾ നമ്മോടൊപ്പം ബാലു കിരിയത്ത് സംവിധായകൻ, ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ, MC ജോസഫൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം, ജെയിംസ് വടക്കഞ്ചേരി, ഹിമാ ശങ്കർ തുടങ്ങി, ഒപ്പം ബൈജു കൊട്ടാരക്കര, ലിബർട്ടി ബഷീറും ചർച്ചയിൽ പങ്കുചേരും. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഇന്ന് പുതിയ തലങ്ങളാണ് വരുന്നത്. സിനിമാ മേഖലയിലേക്ക് കൂടി ഒരു ദാരുണ സംഭവത്തിന്റെ കരങ്ങളൊക്കെ തന്നെ സംശയമുനകളായി നീളുന്ന ഒരു സാഹചര്യം. ഇതിനൊക്കെ ഒരുപക്ഷെ ക്രിമിനൽ ഗൂഢാലോചന എന്ന് നമ്മളൊക്കെ തന്നെ സംശയിച്ച കാര്യങ്ങൾ അത് കൂടുതൽ അക്കമിട്ട് ഉറപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ, അതോ ഒരു ഹിയർസേ മാത്രമായിട്ട് നമുക്ക് തള്ളിക്കളയാവുന്നതാണോ? താങ്കളൊരു സസൂക്ഷ്മമായ കാര്യങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ വിശകലനം ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിയ ദിനത്തിൽ? എനിക്ക് തോന്നുന്നത് ഇന്നലെ കൈരളി TV-യിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, വളരെയധികം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായ ഒരു വെടിക്കെട്ട് ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. സത്യത്തിൽ ഊഹാപോഹങ്ങൾക്കപ്പുറമായിട്ട് യാഥാർത്ഥ്യം എന്താണ് എന്ന് ഈ സിനിമാ രംഗത്തുള്ളവരൊക്കെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലുള്ളവരോ ഒന്നും പുറത്തു കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഒരു വസ്തുനിഷ്ഠമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് പറയുന്നത് ഈ നടിയെ ആക്രമിച്ചു, ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി, ഈ രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ ഇൻസിസ്റ്റൻസ് കൊടുക്കുന്നത്. ആ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതായ ആ മേഖലയിൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ TV-യിലൊക്കെ കാണുമ്പോൾ ആ വണ്ടി പരിശോധിക്കുന്നു, ആ വണ്ടിയിലെ സ്ക്രാച്ച് മാർക്കുകളൊക്കെ എടുക്കുന്നു. അതുപോലെ തന്നെ ആ വണ്ടിയുടെ അകത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രേസ് എവിഡൻസസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ടുള്ളതായ പരിശോധന നടക്കുന്നു. UV ലാമ്പ് പരിശോധന വരെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനകത്ത് ഇനി ലൈംഗികമായി എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അൾട്രാ വയലറ്റ് ലാമ്പിൻ്റെയൊക്കെ ടെസ്റ്റ് നടത്തി നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ ഏത് വണ്ടി എപ്പോഴും ഇടിച്ചതെന്നൊക്കെ മനസ്സിലാക്കി ഒരു വസ്തുനിഷ്ഠമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ പ്രോപ്പർ ലൈനിൽ കൂടി പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കൂടാതെ അപ്പോൾ തട്ടിക്കൊണ്ട് പോയതിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ ക്രിമിനൽ ഗൂഢാലോചന ഒക്കെ കിട്ടണമെങ്കിൽ ഈ പറയുന്നതായ സുനി എന്ന് പറയുന്ന ആളെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മളൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഹൈക്കോടതി അദ്ദേഹത്തിന് കൊടുക്കുന്നതായ മുൻകൂർ ജാമ്യം മാർച്ച് 3-ാം തീയതി വരെ നീട്ടിയതിനാൽ അയാൾ മിക്കവാറും നാളെയോ അതുപോലെ ഈ ദിവസങ്ങളിൽ ഈ നേരിട്ട് തന്നെ ഹാജരാക്കാൻ, അതായത് ചുരുക്കി പറഞ്ഞാൽ കീഴടങ്ങിയാൽ പൾസറിലൂടെ പല നൂലാമാലകളും സ്ഥിരീകരിക്കാൻ കഴിയും. ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക്. അപ്പോൾ അതിനകത്ത് രണ്ടാമതുള്ള അക്രമം എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള അറ്റാക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുണ്ടാകാം, സെക്ഷനായിട്ടുണ്ടാകാം. അത് എന്താണ് കൃത്യമായിട്ട് എന്ന് പറയുന്നത് ആ പെൺകുട്ടി, അതായത് നമ്മുടെ നടി പറയുന്നുണ്ടാകും. അതിന് പരിശോധിച്ചതായി ആ ഡോക്ടർ, അതായത് മെഡിക്കൽ ഡോക്ടർ, അവർക്ക് കാര്യമായ എവിടെ മുറിവുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല ഇതേവരെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവരെ ശരിയായിട്ടുള്ളൊരു മെഡിക്കൽ സൈക്കോളജിസ്റ്റ് കൂടി ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ ആ സ്ട്രെസ് സിറ്റുവേഷനിൽ നിന്നൊക്കെ അവർക്ക് മോചനം കിട്ടത്തക്ക വിധത്തിലുള്ളതായ ആ സംഗതി വരുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏതാണ്ട് പുരോഗമിച്ച് നന്നായിട്ട് പോകുമെന്നാണ് ഇപ്പോൾ. തീർച്ചയായും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ KSFDC-യുടെ ഒക്കെ തന്നെ ആ സാരഥ്യം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്, സിനിമാ മേഖലയുമായിട്ട് ഏറെ ബന്ധമുള്ള വ്യക്തിയാണ്. ഇന്നിപ്പോൾ സിനിമാ മേഖലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഇന്ന് ഗണേഷ് കുമാർ, മന്ത്രി എ കെ ബാലനൊക്കെ പറയുന്നത്, കാരണം തെറ്റായ പല പ്രവണതകൾക്കും സിനിമാ മേഖല മാറിയിരിക്കുന്നു, അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ ഉപോൽപ്പന്നങ്ങളാണ് ഈ കാണാൻ കഴിയുന്നത്. അത്തരം രീതിയിലേക്ക് സിനിമ പോയി കഴിഞ്ഞുവോ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കളൊക്കെ ഈ മേഖലയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിൻ്റെയൊക്കെ തന്നെ ഭാഗവാക്കാവുകയും ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ.
ഞാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു എന്ന് മാത്രമല്ല 21 മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി സിനിമാ മേഖലയെക്കുറിച്ച് ഒരു ഏകദേശ രൂപം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് സിനിമാ മേഖലയിൽ ഒരിക്കലും ഇത്തരം സംഭവം ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് ഇത് അവിശ്വസനീയമായൊരു സംഭവമാണെന്നാണ് ഞാൻ ആദ്യമായി പ്രതികരിച്ചപ്പോൾ തന്നെ പറഞ്ഞത്. കാരണം സിനിമാ മേഖലയിൽ വളരെ സുരക്ഷിതമായിട്ടാണ് ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് ഒരു സിനിമയിൽ ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി എവിടെ വെച്ചാണോ ഷൂട്ടിംഗ് നടക്കുന്നത് അവിടേക്ക് വിമാനമുള്ള സ്ഥലമാണെങ്കിൽ വിമാനമാർഗം ടിക്കറ്റ് എടുത്തു കൊടുക്കും. ട്രെയിനിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് AC ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് AC, അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് AC. പിന്നെ അവർക്ക് അക്കോമഡേഷൻ, ഫുഡ് എല്ലാം വളരെ ഭംഗിയായി സിനിമ നിർമ്മാണ കമ്പനി നോക്കും. അതിന് പ്രൊഡക്ഷൻ കൺട്രോളർ, എക്സിക്യൂട്ടീവൊക്കെ ആണ് ചുമതലപ്പെടുത്തുന്നത്. മാത്രമല്ല ഇന്ന് സിനിമാ മേഖലയിൽ വ്യാപകമായി ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഫെഫ്ക, അതുപോലെ തന്നെ മാക്ട, ഒരുപാട് സംഘടനകൾ, താരങ്ങളുടെ സംഘടനയായ അമ്മയുണ്ട്. അപ്പോൾ ഈ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ സംഘടനയിൽ അംഗത്വം കിട്ടണമെങ്കിൽ ഒരു അംഗമാകാനുള്ള യോഗ്യത അവർക്ക് വേണം. ആ യോഗ്യതയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം. ഇവിടെ നമ്മൾ ഈ നടന്ന സംഭവത്തെ വഴിതെറ്റിച്ചു വിടാൻ ആരും ശ്രമിക്കരുത്. കാരണം ഇൻവെസ്റ്റിഗേഷനൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഈ നടിയുമായി ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചു, എനിക്ക് അതിനായിട്ടില്ല. പക്ഷേ ആദ്യമായി ആ നടിയുമായി ബന്ധപ്പെട്ട് നടിയുടെ അടുത്ത് പോയി നടിയുമായി സംസാരിച്ച ഒരാളാണ് കേരള നിയമസഭയിൽ ഒരു സാമാജികനായ PT തോമസ്. അദ്ദേഹവും ഞാനുമായി ബന്ധപ്പെട്ടു. അതേസമയം പല സിനിമാക്കാരുമായി ഞാൻ ബന്ധപ്പെട്ടു. നേരിട്ട് ആ നടിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. എന്തായാലും വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ പൾസർ സുനി എന്ന് പറയുന്ന ആൾ കയറിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്തെ മുഖംമൂടി മാറിയപ്പോൾ, മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് കയറുന്നത്, മുഖംമൂടി മാറുമ്പോൾ ആളെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം നീ സുനി അല്ലയോടാ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ആളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല, എനിക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്, ആ കൊട്ടേഷൻ പ്രാവർത്തികമാക്കാൻ എന്നോട് സഹകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിലെ യഥാർത്ഥ പ്രതി ഒരിക്കലും പൾസുനി അല്ല, സുനിക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. ആരാണ് ആ കൊട്ടേഷൻ കൊടുത്തത്? എന്തിനാണ് ആ കൊട്ടേഷൻ കൊടുത്തത്? ഈ സിനിമാ നടി എന്ന് പറയുന്ന പ്രശസ്തയായ സെലിബ്രിറ്റി വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായി വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക. അപ്പോൾ അതിനകത്തൊരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്. ആ കോൺസ്പിറസിയിൽ ആരൊക്കെ പങ്കെടുത്തു? ആരാണ് കൊട്ടേഷൻ കൊടുത്തത്? എന്തിനാണ് കൊട്ടേഷൻ കൊടുത്തത്? ഇതുവരെയുള്ള അന്വേഷണത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെയാണ്? തൃപ്തികരമായ നിലയിലാണോ കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് അന്വേഷണം അതിൻ്റെ വഴിക്ക് പോവുകയാണ്. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാര്യം ഇവിടെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, സൗമ്യയുടെ കേസ് കേരളത്തിലാണ് ഉണ്ടായത്, ജിഷയുടെ കേസ് കേരളത്തിലാണ് ഉണ്ടായത്, വടക്കാഞ്ചേരിയിൽ ഒരു ബലാത്സംഗം നടന്നിട്ടുണ്ട്. മാത്രമല്ല യൂണിവേഴ്സിറ്റി കോളേജിൽ പെൺകുട്ടികൾ ഇതൊക്കെ തട്ടിക്കൊണ്ടുപോകലും മറ്റുമല്ലെങ്കിൽ പോലും ഇപ്പോൾ സദാചാര ഗുണ്ടായിസം വ്യാപകമായി കേരളത്തിൽ നടക്കുന്നു. അതിലെ ഒരു ഇര പെൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി ആ ഒരു വീര്യത്തോടുകൂടിയും ജാഗ്രതയോടി തന്നെയാണ് സർക്കാർ കൈകാര്യം ചെയ്തിരുന്നത്. താങ്കൾ സമ്മതിക്കുന്നുണ്ട്? ഞാൻ ഈ സർക്കാരിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ്. പക്ഷേ ഈ പ്രതിയെ വേണമായിരുന്നെങ്കിൽ, പോലീസ് വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് രാത്രി 12:30 മണിക്ക് തന്നെ പിടിക്കാമായിരുന്നു. കാരണം ഒരു നിർമ്മാതാവിൻ്റെ ഫോണിൽ നിന്ന് പോലീസ് അയാളെ വിളിക്കുമ്പോൾ അയാൾ എറണാകുളത്ത് ഗാന്ധിനഗറിലുണ്ടായിരുന്നു. ആ കാൾ ഒഴിവാക്കി ആ ഫോണിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ടവർ കേന്ദ്രീകരിച്ച് അന്ന് രാത്രിയിൽ അവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായി പിടിക്കാമായിരുന്നു. നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചത് ഒരു വീഴ്ചയാണ്. അതേ വീഴ്ച രണ്ടാമത് അമ്പലപ്പുഴയിൽ വെച്ചുണ്ടായി. അമ്പലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ലൊക്കേഷൻ ടവർ കേന്ദ്രീകരിച്ച് അമ്പലപ്പുഴയിൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അവിടെയും 1 മണിക്കൂർ വ്യത്യാസത്തിൽ അയാൾ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത്, ഇതിനകത്ത് സഞ്ചരിച്ച ആർക്കും ഈ കേസിനെ കുറിച്ച് ഒന്നും അറിയില്ല. യഥാർത്ഥ പ്രതി എന്ന് പറയുന്ന പൾസർ സുനിയാണ്. അവനെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ, പിടിച്ചെങ്കിലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. എല്ലാവരും പറഞ്ഞു, ഞങ്ങളെല്ലാം കാഴ്ചക്കാരായി വാഹനത്തിൽ നോക്കിയിരുന്നല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പം ഇയാളെ പിടിക്കണം, പിടിച്ചു കഴിഞ്ഞാൽ പല ചുരുളുകൾ വഴിയും. ഇന്ന് കേരളത്തിൻ്റെ മുൻ മന്ത്രിയും ഒരു സിനിമാ നടൻ കൂടിയായ ഗണേഷ് കുമാർ, അദ്ദേഹം ചില കാര്യങ്ങൾ, അതൊരു കുമ്പസാരമായി മാത്രം കാണരുത്, കുമ്പസാര രഹസ്യം ഒരിക്കലും പുറത്തു വരില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രിയോടാണെങ്കിൽ മുഖ്യമന്ത്രി അത് പരസ്യപ്പെടുത്തണം. കാരണം ഈ മേഖലയിൽ
ക്രിമിനലിസം വളരുന്നു. ആരാണ് ശ്രീ വളർത്തുന്നത് ബാലു എന്ന് കണ്ടുപിടിക്കണ്ടേ? ശ്രീ ബാലു കിരിയത്ത്, താങ്കളെ പോലെയൊക്കെയുള്ള പരിണിതപ്രജ്ഞരായ സംവിധായകരൊക്കെ തന്നെ നിങ്ങളുടെയൊക്കെ തന്നെ കരസ്പർശമേറ്റ് വളർന്ന, അല്ലെങ്കിൽ ആ മേഖലയൊക്കെ തന്നെ പരിപോഷിപ്പിച്ച ആ മേഖല ഇന്നിപ്പോൾ ഒരു ജീർണതയിലേക്ക് എത്തി എന്നിങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭാഷണം വരുന്നു? ഒരു ജീർണതയുടെ ഭാഗമായി കെ ബി ഗണേഷ് കുമാറിന് ഇന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് പറയേണ്ടി വരുന്നു. തെറ്റായ ഗുണ്ടായിസത്തിൻ്റെ അധോലോകത്തിൻ്റെ മുംബൈ, ഒരുപക്ഷെ പണ്ട് കണ്ട മുംബൈ, അല്ലെങ്കിൽ ഇന്ന് തുടർന്ന് വരുന്ന ബന്ധങ്ങൾ പോലെ മുംബൈയെ പോലെ കൊച്ചിയിൽ കാര്യങ്ങൾ വളരെ ജീർണിച്ച തരത്തിലേക്ക് സിനിമാ ലോകം മാറുന്നു. എങ്ങനെ പറയേണ്ടി വരും ശ്രീ ബാലു കിരിയത്ത് കാര്യങ്ങൾ? ഞാൻ കോളേജിൽ പഠിക്കുന്ന BSc സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലഘട്ടം മുതൽ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് വിദ്യാമ്മയും അതുപോലെ ഷീലാമ്മയും ജയഭാരതി ചേച്ചിയും അതുപോലെ ശാരദാമ്മയും ഒക്കെ ഒരു ഡ്രൈവറുടെ പ്രൊട്ടക്ഷനോടുകൂടി ഒരു ഡ്രൈവറുടെ ഒരു വണ്ടി കയറി ഒറ്റയ്ക്ക് പോയിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ ഡ്രൈവർമാരെ മുഴുവനും അടിച്ചാക്ഷേപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, ഒരു മറ്റാര് ജോലി ചെയ്യുന്നതിനെക്കാട്ടി ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് ഡ്രൈവേഴ്സ്. അവർക്ക് അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ മുത്തച്ഛൻ തിരുവിതാംകൂർ സർവകലാശാലയിലെ ആദ്യത്തെ ഭാഷാ വിഭാഗം കേരള യൂണിവേഴ്സിറ്റി ഭാഷ പ്രൊഫസർ CA ഗോപാലുള്ള ഒരിക്കൽ ഞങ്ങളോട് പറയുകയുണ്ടായി, മഹാറാണി ഭരിച്ചിരുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വിമൻസ് കോളേജിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഗാട്ട് പോകുമായിരുന്നു. കാരണം കോളേജിൽ പെൺകുട്ടികൾ പഠിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ ഒരു പോലീസുകാരൻ ഒരു പെൺകുട്ടിയുടെ പോയിരുന്ന ഒരു കാലഘട്ടം സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ട്. ഡെമോക്രസി, ജനാധിപത്യ ഭരണം എന്ന് പറയുന്ന മഹത്തായ തത്വസംഹിത വന്നതിന് ശേഷം അതിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ, ഇവിടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം നഷ്ടമായി പോയോ എന്ന് ആരെങ്കിലും നാളെ ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് ഭരണാധികാരികൾ തന്നെ. എന്തിൻ്റെ ഉപോൽപ്പന്നങ്ങൾ? അതോ പണ്ടേ ഉള്ള പ്രവണതകളൊക്കെ തന്നെ അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു? അതോ പുതിയ ചില ഈ പറയുന്ന രീതിയിൽ ജനറേഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളാണോ നിങ്ങൾ ഈ പറയുന്ന, അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഇത്തരം തെറ്റായ പ്രവണതകളൊക്കെ? അല്ല, ഇപ്പോൾ അങ്ങൊരു കാര്യം ചോദിച്ചു, കൊച്ചി കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടെ ഗുണ്ടായി സംഭവിക്കുന്നത് അല്ല. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും, എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ ജില്ലാസ്ഥാനങ്ങളിലും ഇത്തരം പ്രവണതകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കേരളത്തിൽ തുലോം കുറവാണോ എന്ന് സംശയിക്കേണ്ട ഒരു ആവശ്യം. പക്ഷേ ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. 2010 ഗുണ്ടകളെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യുന്നു. ഏറ്റവും ഉന്നതമായ ഒരു കാര്യമായി ഞാൻ കാണുന്നു, രാഷ്ട്രീയത്തിന് അതീതമായി. പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഇന്നലെ ഞങ്ങൾ സാംസ്കാരിക ചലച്ചിത്ര രംഗത്തുള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ വന്ന ചർച്ച 1980 70 ജയിലിൽ കിടക്കുന്നവരെ തുറന്നു വിടുന്നു, 1850 വരെ തുറന്നു വിടുന്നു, 2010 വരെ അകത്ത് കയറ്റുന്നു. പിന്നെ ഇവിടെ എന്താ കാര്യം? ഇത് ഇന്നലെ ചർച്ച, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, ഇന്നലെ ചലച്ചിത്ര പ്രവർത്തകർ ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും മൃഗീയവും ഏറ്റവും വേദനിപ്പിക്കുന്നതുമായ എൻ്റെ സിനിമയിൽ ഞാൻ പേര് പറയും, സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്ന ബാലചന്ദ്രൻ്റെ മകളെയാണ് ഇങ്ങനെ, അതും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി, ഇത്രയും നല്ലൊരു കുട്ടി മലയാള സിനിമയിൽ മലയാള സിനിമ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഏറ്റവും നല്ല സ്വഭാവ ഗുണമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ളൊരു നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ വേദനിപ്പിക്കുന്ന, അത് ക്രൂരം. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വണ്ടിക്കകത്തേക്ക് കുറേ ഗുണ്ടകൾ കയറുന്നു, ഒരു പെൺകുട്ടി മാത്രം, അതിലിരിക്കുന്ന ഡ്രൈവർ, ഇതെല്ലാം വാർത്തയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഡ്രൈവർ തന്നെ മെസ്സേജ് കൊടുക്കുന്നു എന്നാണ് വാർത്തയെ കൊടുക്കുന്നു, അവർ കയറുന്നു. എന്ത് ദയനീയമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ രാഷ്ട്രീയ വിഷയമായിട്ടോ ഒന്നും തന്നെ ഒരു തലത്തിലേക്കും ആരും കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഇതുവരെ സർക്കാർ എടുത്ത കാര്യങ്ങൾ എത്രത്തോളം തൃപ്തികരമായ രീതിയിൽ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഇന്ന് AK ബാലന്റെ പ്രസ്താവന വരുന്നു, ശക്തമായി തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയും മാത്രമല്ല ചില ശുഭസൂചനയുടെ അംശങ്ങൾ കലർത്തുന്ന തരത്തിലുള്ള വാചകങ്ങൾ, അതായത് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഏത് ഉടുമ്പാണെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കും, വ്യക്തമായി ഷോക്ക് ഏൽക്കേണ്ടവരെ ഏൽപ്പിക്കും, ഇത്തരത്തിലുള്ള സൂചനകൾ, പ്രസ്താവനകൾ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും, ഏത് വൻതോക്കുകളാണെങ്കിലും, പൾസർ സുനിയിലൂടെ ചെന്നെത്താൻ കഴിയുന്ന, ഒരു കാലത്തും ഒരു പക്ഷേ സിനിമ എന്ന് പറയുന്ന ലോകത്തുണ്ടാകാൻ നിലനിൽക്കുന്ന ദുഷ്പ്രവണതകളെ ഒക്കെയും
ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഇച്ഛാശക്തി സർക്കാർ പ്രകടിപ്പിക്കുമോ? എന്താണ്, എങ്ങനെ കാണണം മന്ത്രിയുടെ വാക്കുകളിലൂടെ, സർക്കാരിന്റെ നിലപാടുകളിലൂടെ? തീർച്ചയായിട്ടും യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ഈ സംഭവം നടന്നതിന് ശേഷം വളരെ ശരിയായ ദിശയിലൂടെയാണ് പോലീസ് ഈ പ്രശ്നം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഭരണമേൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ഉറപ്പ് യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിലുള്ള സമീപനങ്ങളാണ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ കൊടും കുറ്റവാളിയായ പൾസർ സുനിയെ പോലീസ് പിടിച്ചിരിക്കും. അതിൻ്റെ ശുഭസൂചനകളാണ് ഈ സമീപ സമയങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിലുള്ള സംശയങ്ങളും വേണ്ട. ശരിയായ ദിശയിലൂടെയാണ് ഗവൺമെൻറ് പോലീസ് സഞ്ചരിക്കുന്നത്. ഏതാനും പ്രതികളെ പിടികൂടി കഴിഞ്ഞു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, പിടികൂടപ്പെട്ട പ്രതികളെയും ഇനി പിടികിട്ടാനുള്ളവർക്കും ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം സിനിമാ ലോകത്ത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുമ്പോൾ സിനിമാ ലോകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സിനിമാ ലോകത്ത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നൊരു സംഭവമാണ്. ഒരു തൊഴിൽ മേഖല, നടീനടന്മാരെ സംബന്ധിച്ച് കല മാത്രമല്ല, അവരുടെ ഉപജീവന മാർഗം കൂടിയാണ്. അത്തരം ഒരു ഉപജീവന മാർഗമായിട്ടുള്ള സിനിമാ മേഖലയെ എന്നിട്ട് തൊഴിലിന് പോകുന്ന ഒരു നടിയെ ഈ വിധത്തിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ ആരെല്ലാം ഇടപെട്ടിട്ടുണ്ടോ അതിൻ്റെ അവസാനത്തെ കണ്ണിയും ഉടച്ചു കളയാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. ഗവൺമെൻറ് അത് ചെയ്യും. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അവസാനത്തെ കണ്ണിയും പിടിക്കണം. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുള്ളത്, എന്ത് ഗൂഢാലോചന നടന്നിട്ടുള്ളത്, സിനിമാ ലോകത്ത് ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ആർക്ക് പങ്കുണ്ടെങ്കിലും, എത്ര വലിയവനായാലും എത്ര ശക്തനായാലും എത്ര പ്രസിദ്ധനായ സിനിമാ നടനോ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവനോ അവളോ ആവായാലും ശരി, അവരെ പിടികൂടാനുള്ള ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കും, പോലീസ് കാണിക്കണം. ഒരു വിധത്തിലുള്ള അലംഭാവവും ഈ അന്വേഷണത്തിൽ ഉണ്ടാകരുതെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും ഹിമാശങ്കർ, അതായത് ഇതിൻ്റെയൊക്കെ പ്രവണതകളുടെ ഇതിൻ്റെ എല്ലാ ചെയ്തികളും ഒക്കെ തന്നെ തിരിഞ്ഞ് പോകുന്നത് സിനിമയിലേക്ക് തന്നെയാണ്. സിനിമയിലുണ്ടായിട്ടുള്ള ദുഷ്പ്രവണതകളുടെ ഒക്കെ തന്നെ ഇരയായി ഈ പറയുന്ന കുട്ടി മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെയും നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. സിനിമാ ലോകത്തെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ചില കേന്ദ്രങ്ങൾ, പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവണതകൾ തെറ്റായി സംഭവിക്കുന്നു. അതിൻ്റെ ഉൽപ്പന്നങ്ങളായി ന്യൂ ജനറേഷൻ്റെ തന്നെ പല നടന്മാരോ നടിമാരോ ഒക്കെ തന്നെ മാറുന്ന കാഴ്ചകൾ, ഇതൊക്കെയാണ് വലിയ വിമർശനങ്ങളിലേക്ക് ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. പലരും ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇതിൻ്റെ വസ്തുതയിലേക്ക് കടന്നാൽ ശരിക്കും സിനിമാ രംഗത്ത് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരാവട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടി മുതിർന്ന ഓഡിയൻസ് ആവട്ടെ, വിജയിപ്പിക്കുന്ന സിനിമകളുടെ സ്ത്രീ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി നമ്മുടെ ആളുകളുടെ നിലവാരം മനസ്സിലാക്കാനായിട്ട്. ഒരു ഡെപ്തുള്ള കഥാപാത്രം, സ്ത്രീ എത്രമാത്രം ശക്തയായിട്ടുള്ള കഥാപാത്രങ്ങൾ എത്ര ഉണ്ടാവുന്നുണ്ട്. ഇപ്പം മഞ്ജു ചേച്ചി തിരിച്ചു വന്നപ്പോഴാണ് കുറച്ചെങ്കിലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ വളരെ വിരലെണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രമേ ഒരു ശക്തയായ പ്രതികരിക്കാൻ അറിയുന്ന സ്ത്രീയുടേതായിട്ട് നമ്മുടെ സിനിമയിൽ വന്നിട്ടുള്ളൂ. അല്ലാത്തതെല്ലാം ഒരു ശക്തമായ കഥാപാത്രങ്ങൾക്ക് പകരം ഈ പുറം കാഴ്ചകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പുരുഷനൊന്ന് അടിച്ചാൽ അവിടെ വീണു പോകുന്ന, അവൻ്റെ കസ പോലെയുള്ള സിനിമകളുടെ മടിക്കുത്തിന് കയറി പിടിക്കാൻ ധൈര്യമുള്ള പുരുഷന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ മാത്രമാണ് ഇവിടുത്തെ പല പുരുഷന്മാരും സിനിമകളിലൂടെ തുറന്നു കാണിച്ചിട്ടുള്ളത്. അതല്ല സ്ത്രീ. അപ്പൊ ഇത്രയ്ക്ക് സ്വാധീന ശക്തിയുള്ള ഒരു മാധ്യമമാണ് സിനിമ. ആ മാധ്യമത്തിനെ ഒരു കൊമേഴ്സ്യൽ ലൈനിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സമൂഹത്തിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടാകും. ഇപ്പം ഈവൻ മദ്യത്തിനെ പോലും ഫേമസ് ആക്കുന്നത് നമ്മുടെ പല സൂപ്പർ താരങ്ങളും വഹിച്ച പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇതുപോലെ പല അവരെ അനുകരിക്കാനുള്ള പ്രവണതകളൊക്കെ ഉണ്ടാക്കുന്ന ഈ നാട്ടിൽ ഒരു ജനതയെ സ്വാധീനിക്കാൻ സിനിമയ്ക്ക് കഴിയുമെന്നിരിക്കെ നമ്മുടെ കൊമേഴ്സ്യൽ സിനിമാ ലോകം എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്, അല്ലെങ്കിൽ ഇവരെയൊക്കെ എത്രത്തോളം അക്രമവാസന വളർത്താനായിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ, ഈ പുരോഗമനം പറയുന്ന പല ആൾക്കാരുടെയും സിനിമകൾ എടുത്തു നോക്കി ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അത് മാത്രമല്ല, ആ സിനിമാ ലോകത്തിന് അപ്പുറത്തേക്കുള്ള വശമാണ് ഞാൻ അത് നിഴലിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതുപോലെയുള്ള പ്രവണതകളെ ഒരു സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡായി മാറുമ്പോൾ നമ്മുടെ ഓരോ നടിമാരെയും കാണുന്ന വിധം, ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ചെറിയ 1-2 സിനിമകളിലൊക്കെ കുറച്ച് ഒരു ന്യൂഡിറ്റി എന്ന് പറഞ്ഞൊരു അത്യാവശ്യം ആ സിനിമയ്ക്ക് ആവശ്യമുള്ള കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ വന്ന അനാവശ്യങ്ങൾ, എന്നെക്കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ഒരുപാട് ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോ നടിമാരും, എനിക്ക് ഈ വിഷയത്തിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം, ഇതിലെ
ഇരയെക്കുറിച്ച് ഇത് വന്നപ്പോൾ അവരോട് സഹതപിക്കുന്നതിന് പകരം അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കമൻസും ഒരുപാട് പോസ്റ്റുകളും ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇത്രയ്ക്കധികം സ്ത്രീകളെ പാർശ്വവൽക്കരിച്ച് കാണുന്ന ഒരു സമൂഹം ഉണ്ടായെങ്കിൽ അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഒരു ബോൾഡായി നിന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയോ ചെയ്യുന്ന ഒരു സ്ത്രീയല്ല അവർ കാണുന്നത്. ഒരു ഒതുക്കാനും അല്ലെങ്കിൽ അടിക്കാനും അവൾ എന്തെങ്കിലും സംസാരിച്ചാലോ അല്ലെങ്കിൽ ബോൾഡായെന്ന ഒരു കാര്യം പ്രവർത്തിച്ചാലോ അവൾക്കെതിരെ അക്രമവാസന ഉയർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ പ്രതിഫലനം തീർച്ചയായും സിനിമാ രംഗത്തുണ്ടാവും. അത് പല രീതിയിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെയാണോ ആ ഉപോൽപ്പന്നങ്ങൾ ആ രീതിയിലാണ് വരുന്നത്? കൊച്ചി ഒരു സ്ഥലത്തെ കുറിച്ചല്ല പറയുന്നത്. ഇത്രത്തോളം ഗുണ്ടായിസമുള്ള ഈ കേട്ടറിവ് വെച്ചാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ഇത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു സിനിമാ മേഖല, ഗുണ്ടായിസവുമായി തഴച്ചു വളരുന്നു. ഇങ്ങനെ സംഭവിച്ചു? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പഴയ കാലത്തെ ശ്രീ ബാലു കുര്യത്തിനെ പോലെയുള്ള പരിണതപ്രജ്ഞർ ചൂണ്ടിക്കാട്ടിയ ആ കാലഘട്ടം, അതിനുശേഷമുള്ള എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കടന്നുവരവ്, അതിൻ്റെ ആ ഒരു പരിണാമം സംഭവിച്ചത് എവിടെയാണ്? അങ്ങനെയെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പഴയ കാലത്ത് സിനിമാ നിർമ്മാണവുമായി രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ ചലച്ചിത്രം നിർമ്മിക്കാൻ ആവശ്യമായ സമ്പത്തുള്ളവരായിരുന്നു. പഴയ കാലത്തെ ഓരോ നിർമ്മാതാവിനെ എടുത്തു നോക്ക്. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നൊരു സ്റ്റുഡിയോയും ഒരു നിർമ്മാതാവും ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നത് നീല സ്റ്റുഡിയോയും സുബ്രഹ്മണ്യവുമാണ്. സുബ്രഹ്മണ്യത്തിന് എത്ര ചലച്ചിത്രം സുബ്രഹ്മണ്യം എടുത്തു. എല്ലാം സാമ്പത്തികമായി പരാജയപ്പെട്ടാലും വിജയിച്ചാലും ആ ചിത്രങ്ങൾ വീണ്ടും ചിത്രങ്ങൾ എടുക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പും അതിൻ്റെ സമ്പത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സമ്പത്ത് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് സിനിമയോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയുമുള്ള ഒരു നിർമ്മാതാവായിരുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ശ്രീ കുഞ്ചാക്കോ ഉദയ സ്റ്റുഡിയോ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഓരോന്നിടത്ത് പരിശോധിച്ചു. എല്ലാം കലാമൂല്യമുള്ള ചിത്രങ്ങളാണ്, എല്ലാം സാമൂഹ്യ വിമർശനമുള്ള ചിത്രങ്ങളാണ്, എല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രങ്ങളാണ്, എല്ലാം സാമൂഹ്യ ലക്ഷ്യത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ചിത്രങ്ങളാണ്. പഴയ കാലത്തെ ജയമാരുതി ആയാലും ടി വാസുദേവൻ, മഞ്ഞിലാസ്, എം ഒ ജോസഫ്, അന്നൊക്കെ പഴയ കാലത്ത് സമ്പന്നന്മാർ, സിനിമ പിടിക്കാൻ പണം കയ്യിലുള്ളവർ മാത്രമാണ് സിനിമാ മേഖലയിൽ നിർമ്മാതാക്കളായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ രംഗത്തൊരു മൂല്യശോഷണം സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. സിനിമയോട് യാതൊരു കൂറും വിധേയത്വവും പ്രതിബദ്ധതയും ഇല്ലാത്ത ചില ആളുകൾ കച്ചവടമായി അവർ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അവരുടെ കയ്യിൽ പണമുണ്ട്. അവർ പല നിർമ്മാതാക്കളെയും പണം വെളുപ്പിക്കാനുള്ള ഒരു ഉപാധിയായി പോലും തീർച്ചയായിട്ടും. അപ്പോൾ ഇക്കാലത്തെ നിർമ്മാതാക്കൾ ചിത്രങ്ങൾ തട്ടിക്കൂട്ടുന്ന ആളുകളാണ്. കോടാനുകോടികൾ ചെലവാക്കി ചലച്ചിത്രം നിർമ്മിക്കുന്ന ആളുകൾ സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചലച്ചിത്രം നിർമ്മിക്കുന്നു. അവർ അത്തരം ചലച്ചിത്രം നിർമ്മിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഈ സൂപ്പർ സ്റ്റാറിനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന പ്രതിഫലം സ്വാഭാവികമായി ഈടാക്കാൻ അവർ കഴിയുന്നു യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പണം കയ്യിലെത്തുന്നു. രണ്ടാമത്, ഈ സൂപ്പർ സ്റ്റാറിനെ വിട്ട് ഒരാഴ്ച ഓടിയാൽ മതി, ചിത്രത്തിന് മുടക്കിയ കാശ് കിട്ടുമെന്ന് ഒരവസ്ഥ വന്നിരിക്കുന്നു. അതല്ല, ഒരു ചിത്രം പൊളിഞ്ഞാൽ ആ പൊളിയുന്ന ചിത്രത്തിന് ആവശ്യമായ ഒരു മേക്കപ്പ് അടുത്ത ചിത്രത്തിന് അവർ ചെയ്തു കൊടുക്കാൻ സന്നദ്ധ കാണിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പം മലയാള സിനിമാ രംഗത്ത് പണം മുടക്കി ചലച്ചിത്രം നിർമ്മിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ അപൂർവമാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സുരേഷ് കുമാർ ഒരു കാലത്ത് അറിയപ്പെടുന്ന മലയാള ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരാളാണ്. ചലച്ചിത്രം നിർമ്മിച്ച് അവസാനം കുത്തുവാള എടുക്കേണ്ടി വന്ന ഒരാളാണ് സുരേഷിനും ഈ മേഖലയിൽ നിന്ന് ഇത്തരം ഒരു അനുഭവം ഉണ്ടായതായിട്ടാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയത്. മാനഭയമോർത്താണ് അദ്ദേഹം അത് പ്രൊസീഡ് ചെയ്യാതിരുന്നത്. കാരണം പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ആരാണോ പരാതിക്കാരി അവിടെയാണ് എനിക്ക് തോന്നുന്നത് ശ്രീ ബാലു കുര്യത്ത്, അതായത് ഈ സിനിമയിൽ നിന്ന് തന്നെ ഉണ്ടായ MC ജോസഫിനെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, തടയിടാൻ കഴിയുമായിരുന്നു ഈ സിനിമ മേഖലയിലെ ഇത്തരം പ്രവണതകളെ? കാരണം അനുഭവമുള്ളവർ തുറന്നു പറയുകയാണ് പലരും. എന്നിട്ട് കൂടി തടയിടാതെ ഈ പൾസർ സുനി അടക്കം തഴച്ച് വളർന്നതിൽ ഈ സിനിമാ മേഖലയിലെ പങ്ക്, ആ ഉപോൽപ്പന്നത്തിന്റെ തെറ്റായ ദുഷ്പ്രവണതയുടെ ആ ഉൽപ്പന്നത്തിന്റെ പങ്ക് പറ്റി, അല്ലെങ്കിൽ അതിൽ തഴച്ച് വളരുകയായിരുന്നു ഈ പൾസർ സുനി അടക്കം. അതിൽ കാതലായ പിഴവ് സംഭവിച്ചത് ഈ മേഖലയ്ക്കല്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതായത് വസ്തുതാപരമായി പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ നിർമ്മാതാക്കളായാലും ശരി, വിതരണക്കാരായാലും ശരി, നടീനടന്മാരായാലും ശരി, അവരിലെ ഹൈലി പ്രൊഫഷണൽസാണ്. ഈ പറയുന്ന ഒന്നും ശരിയല്ല. കാരണം ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ഇന്നിപ്പോൾ ഹൈലി പ്രൊഫഷണൽസാണ് എല്ലാവരും. പക്ഷേ എനിക്കൊരു വിഷമം എനിക്ക് പറയാനുള്ളത്, ഇവിടെ എന്തെങ്കിലും ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഒരു ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പോലീസുകാരെ, ഭരണാധികാരികളെ കുറ്റം പറയുന്ന, അവരെ അടിച്ചാക്ഷേപിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഒരു മലയാളി എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഉള്ളത് കേരളത്തിലാണ്.
10% പേര് കാശിന് വേണ്ടി പലതും ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ആന്റണി എന്ന് പറയുന്ന വ്യക്തിയെ പിടിക്കാതിരുന്ന, ക്രിമിനലിനെ പിടിക്കാതിരുന്ന സമയത്ത് അന്ന് എന്തെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നു. അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലിട്ടു, ഡെഫിനറ്റായിട്ടും ഈ പോലീസ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ മിടുക്കരാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അവരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരാളെയും കണ്ടില്ല. ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ ക്രിമിനൽസിന് രാഷ്ട്രീയം മാറി വന്നാലും ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഒന്ന് തന്നെ, അവർ തീർച്ചയായിട്ടും ഈ ക്രിമിനൽസിനെ മുഴുവനും പിടിക്കും എന്നുള്ള യാതൊരു സംശയം വേണ്ട. പക്ഷേ അവിടെ അവർക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അതായത് ഇവിടെ ശ്രീ ബാലുക്കിരി സൂചിപ്പിച്ചതുപോലെ വൈകാരികമായി ഒരു പക്ഷേ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഉടനെ തന്നെ പ്രതിയെ പിടിക്കുക, അല്ലെങ്കിൽ പല തലങ്ങൾ കാണാതെ പടച്ചുവിടുന്ന കുറേ ആക്ഷേപങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി പോലീസിൻ്റെ മുന്നിൽ എന്താണ്? കാരണം പൾസർ സുനിയുടെ 1 മാസത്തെ ടെലിഫോൺ രേഖകളൊക്കെ പരിശോധിച്ചാൽ പലരിലേക്കും കാര്യങ്ങളെത്തും. ആ കാര്യങ്ങൾ ഒരുപക്ഷെ കേവലം ഒരു ടെലിഫോൺ കോള്, അദ്ദേഹം നിന്ന തലം സിനിമയാണ്, അതിനപ്പുറത്തേക്ക് താങ്കൾ അനുമാനിക്കുന്ന പോലെ കാരണം പല ക്രിമിനലുകളെയും കുറിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഈ സിനിമാ മേഖലയുമായി ഇഴചേർന്ന് കിടക്കാൻ തക്ക രീതിയിലേക്ക് വളരെ സങ്കീർണമായ ഗൗരവമായ ഒരു വിഷയമാണോ ഇന്നൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്? ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അതായത് ഇന്ന് വന്നിരിക്കുന്ന ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടല്ലോ, അതിനകത്ത് മിസ്റ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ആ ഗുണ്ടായിസത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. പക്ഷേ ഗുണ്ടായിസം ഈ സിനിമയിലല്ല, എല്ലാ മേഖലയിലും ഈ മണ്ണും പെണ്ണും പണവും മദ്യവും രാഷ്ട്രീയവും എല്ലാ മേഖലയിലും നമ്മൾ ഗുണ്ടായിസം കാണുന്നുണ്ട്. അതുകൊണ്ട് സിനിമയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ കാണുന്നതായ ഗുണ്ടായിസം സിനിമയിലേക്ക് കയറി വന്നു. ഇനി പോലീസിന്റെ മുന്നിൽ എന്താണ് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി ചെയ്യാനുള്ള? കാരണം പലരും തൊട്ടാൽ പൊള്ളുന്ന ഒരു മേഖലയിലേക്കാണ് ഇതിന്റെ വേരുകൾ ഒരു പക്ഷേ പോയിരിക്കുന്നത്. ആ രീതിയിൽ ഇച്ഛാശക്തിയോടുകൂടി ഒരു സർക്കാർ പറയുന്നത് കേട്ട ഇപ്പോൾ നമുക്കതാണ് വിശ്വസിക്കാൻ കഴിയുക. DGPക്ക് എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നത് പോലീസിന്റെ മുന്നിൽ. കാരണം നാളെ ഒരുപക്ഷെ കേസ് പോയി കഴിഞ്ഞാൽ കോടതികളിലേക്ക് നൂലാമാലകളിലൂടെ പഴുതുകളില്ല, വ്യക്തമായി തന്നെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയാലും തയ്യാറാക്കുക, ഇതൊക്കെ തന്നെ നിയമതലത്തിലേക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അതായത് പോലീസിൻ്റെ മുമ്പിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നടിയെ ആക്രമിച്ചു എന്ന് തെളിയിക്കുക, അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം അതിന് ട്രേസ് എവിഡൻസും ആരാണ് DNA ഒക്കെ കൊണ്ട്, കാരണം ഇപ്പോൾ തന്നെ ഈ വിഷ്വൽസ് കാണുന്നുണ്ട്, അവർ ആ കാറിൻ്റെ ഭാഗത്ത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് അർത്ഥം അവിടെയൊക്കെ എന്തെങ്കിലും ട്രേസ് എവിഡൻസ് ഉണ്ടാകും. ഗൂഢാലോചനയുടെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ്ഡ്, ക്രിമിനൽ ഗൂഢാലോചന വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് അത്ര എളുപ്പമായിട്ട് തെളിയിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ഇടയിൽ ഒത്തിരി സ്വാധീനങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പിടിവലിയും ഇൻഫ്ലുവൻസ് ഒക്കെ വരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, അതായത് താങ്കളെ പോലെയുള്ള വ്യക്തി ഒരു അട്ടിമറി പോലും സാഹചര്യങ്ങൾ പോയേക്കാമെന്ന്. ഗൂഢാലോചനയുടെ കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട് അത് എത്രമാത്രം മുന്നോട്ട് പോകുമെന്നുള്ളത്. പക്ഷേ ഈ കുട്ടിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സെക്ഷലായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ ഒക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ എവിഡൻസും ട്രേസ് എവിഡൻസും അതുപോലെ അവരുടെ ആ വാഹനത്തിൻ്റെ എവിഡൻസും എക്സ്ചേഞ്ച് എവിഡൻസും ഒക്കെ പാടെ കൂടി അത് തെളിയിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഗൂഢാലോചനയൊക്കെ തെളിയിക്കണമെങ്കിൽ ഇവരെ കൊണ്ടുവിട്ട, ഇപ്പം അദ്ദേഹം പറഞ്ഞു ഡ്രൈവേഴ്സൊക്കെ വളരെ നീറ്റാണെന്ന് പറഞ്ഞു, ആണെന്ന് ഞാൻ സമ്മതിച്ചാൽ പോലും ഈ നടിയെ കൊണ്ടുവരാനായിട്ട് വിട്ടതായ ഡ്രൈവർ സുരക്ഷിതമായി കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാൻ അവർ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അവരെ കൂടി പ്രതി ചേർക്കുകയാണെങ്കിൽ അവരുടെ ഒരു ബാധ്യതയായി തീരും. ഇതിന്റെ താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. ലിബർട്ടി, ശ്രീ ലിബർട്ടി ബഷീർ, ഇവിടെ ഈ ഒരു പൾസറിലേക്ക് മാത്രം ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. ആ ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാരിലെ ഒരു മന്ത്രിയടക്കം ഒരു മുൻ മന്ത്രിയടക്കം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ വരുന്നത്. ഈ പൾസർ സുനിയിലേക്ക് മാത്രമല്ല ഇതിൻ്റെ കരങ്ങളുള്ളത്, ചില വൻ തോക്കുകളിലേക്ക്, ചില സിനിമാ മേഖലയിലെ വിഗ്രഹങ്ങളെന്നൊക്കെ നമ്മളൊരു പക്ഷേ വ്യാഖ്യാനിക്കുകയോ അല്ലാതെയൊക്കെ ചെയ്യുന്ന പലരിലേക്കുമൊക്കെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഈ പുറത്തു കേൾക്കുന്ന സംശയങ്ങളിലേക്ക് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീ ലിബർട്ടി ബഷീർ? ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്. നമുക്ക് നേരിട്ടൊന്നും അറിയുന്ന കാര്യങ്ങളല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമയത്ത് അത് ഭയങ്കര അപകടത്തിലേക്ക് പോയി പോകും. ഗവൺമെന്റും മടിക്കുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റ് ആയാലും പോലീസ് ആയാലും, എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റായിട്ട് പരിചയമുള്ള വ്യക്തിയാണ് ഞാൻ. പിന്നെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ എന്നുള്ള വ്യക്തി ആര് റെക്കമെൻഡ് ചെയ്താലും ഒരു കീഴടക്കുന്ന വ്യക്തിയല്ല. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ആരൊക്കെ നേരത്തെ AK ബാലൻ മിനിസ്റ്റർ പറഞ്ഞ മാതിരി ആരൊക്കെ ഉണ്ടായാലും, എത്ര വലിയവനായാലും
അത് അവർ കൊണ്ടുവരും. അതിലൊന്നും നമുക്ക് പരിപൂർണ്ണ വിശ്വാസം ഈ ഗവൺമെന്റിൽ വിശ്വസിക്കാം. മറ്റുള്ള ഗവൺമെന്റിലോ അല്ലെ മറ്റുള്ള മുഖ്യമന്ത്രിമാരും അല്ല പിണറായി വിജയൻ. അത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്. ഇത് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ കഴിഞ്ഞ പക്ഷേ ഊഹാപോഹങ്ങളിലേക്ക് എന്തെങ്കിലും ഇല്ലാതെ ആളുകൾ ഇങ്ങനെയും പറയുമോ ശ്രീ ലിബർട്ടി? കൊച്ചി പോലെയുള്ള ഒരു മേഖലയിൽ അവിടെ പലരും നിയന്ത്രിച്ചിരിക്കുന്നു. സിനിമാ മേഖലയിൽ നിന്നും മുംബൈ പോലെയുള്ള അധോലോകത്തെ പോലെ കൊച്ചി അല്ലെങ്കിൽ മാറുന്നു, സിനിമാ മേഖല മാറുന്നു. ഗണേശന് ഇങ്ങനെ കാര്യങ്ങൾ കുമ്പസരിക്കണമെങ്കിൽ ഇല്ല, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങള് നമ്മള് ചെന്നൈയിൽ നിന്ന് സിനിമാ ലോകം ഒന്നടങ്കം തിരുവനന്തപുരത്തേക്ക് നട്ടുവച്ച സമയം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അന്ന് കംപ്ലീറ്റ് ഷൂട്ടിങ്ങും കാര്യമെല്ലാം തിരുവനന്തപുരത്തുള്ള സമയത്തൊന്നും കംപ്ലീറ്റ് എല്ലാ ഞാനടക്കം പല പടങ്ങളും അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അത് വിട്ടിട്ട് എറണാകുളത്തേക്ക് എല്ലാ പടങ്ങളും എറണാകുളത്തേക്ക് കേന്ദ്രീകരിക്കുന്ന സമയത്താണ് ഈ അപകടങ്ങൾ വരുന്നത്. ഒന്ന് ആർട്ടിസ്റ്റുകൾ കംപ്ലീറ്റ് എറണാകുളം താമസിക്കുകയാണ്. അവർക്ക് എല്ലാ ദിവസവും വീട്ടിൽ പോകണം. അപ്പൊ ലൊക്കേഷനും കാര്യങ്ങളിലും അവിടെ ഒരു ഹോളിവുഡ് ബോംബെ മാതിരിയായിട്ട് മാറിക്കൊടുക്കുന്ന എറണാകുളം. അവിടെ ആർക്കും നിയന്ത്രണം ഇല്ല. പഴയ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ മേയർമാർക്കൊന്നും ഇപ്പം സിനിമയില്ലല്ലോ. പുതിയ ആൾക്കാരുള്ളത്. പണ്ടൊക്കെ ഉള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർക്കും പ്രൊഡക്ഷൻ മേയർമാർക്കെല്ലാം നമ്മുടെ സ്ഥലത്ത് വേണ്ട. അവർക്ക് അത്ര ഉത്തരവാദിത്തം. ഒരു ഫീമെയിൽ ആയാലും മെയിൽ ആയാലും ആർട്ടിസ്റ്റുകളെ കൊണ്ടാക്കാനും കൊണ്ടെടുക്കാനും എല്ലാം അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ പുലർച്ചെ 5 മണിക്കെല്ലാം എഴുന്നേറ്റ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും പടത്ത് കാണുന്നത്. എന്തായാലും ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾ വിശ്വസിക്കുന്നു ഈ മുഖ്യമന്ത്രിയുടെയോ പോലീസിന്റെയോ കെ ബാലന്റെ വാക്കുകൾ വിശ്വസിച്ചാൽ പലരും ഇതിൽ യഥാർത്ഥ പ്രതികൾ തന്നെ പിടിക്കപ്പെടുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഒരിക്കലും എന്തൊക്കെ ഉണ്ടായാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രവർത്തിച്ചു. അല്ലെങ്കിൽ സുരീനെ പറ്റി നല്ല കേൾക്കുന്നത്. സുരീനെ പറ്റിയിട്ട് നമ്മൾ ചെറിയ സുരിയായിട്ട് കണക്കൂട്ടുന്നു. സുരീം ഒരു വില്ലനാണ്. എന്തെല്ലാം ഒപ്പിച്ചു വെച്ചെന്നല്ല അവരെ പിടിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഞാൻ മടങ്ങിയെത്താം ശ്രീ MC ജോസഫൈൻ. അതായത് ജെയിംസ് വടക്കഞ്ചേരി സൂചിപ്പിച്ചതുപോലെ ക്രിമിനൽ ഗൂഢാലോചനയുടെ തലങ്ങളിലേക്ക് പോയാൽ സർക്കാരിന് ഒരു പക്ഷേ എല്ലാം പറയാൻ കഴിയുമായിരിക്കും. പക്ഷെ തൊട്ടാൽ പൊള്ളുന്ന പല തലങ്ങളുമുണ്ട് ഇതിൽ. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ശ്രീ ജെയിംസ് വടക്കഞ്ചേരിയും. അതേപോലെ തന്നെ അത് രാഷ്ട്രീയമല്ലെങ്കിൽ കൂടെ അതിനപ്പുറത്തേക്ക് രാജ്മോഹൻ ഉണ്ണിത്താനും ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ MC ജോസഫൈൻ കേൾക്കുന്നില്ല. MC ജോസഫൈൻ ഇപ്പോൾ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അതായത് ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ പ്രതികളെയും അല്ലെങ്കിൽ ഉടുമ്പിനെ മാളത്തിൽ നിന്ന് പുകച്ചിറക്കുമെന്നൊക്കെ വാക്കുകളുകൊണ്ട് പറയാൻ പറ്റുമെങ്കിലും പലതും ഒരുപക്ഷെ പ്രായോഗിക തലത്തിലേക്ക് എത്തുമ്പോൾ പിൻവാങ്ങേണ്ടി വരുമെന്ന ഒരു സംശയം ജെയിംസ് വടക്കഞ്ചേരിക്കുണ്ട്. ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെയുണ്ട്. അട്ടിമറിക്കപ്പെടുമോ എന്നൊരു ആശങ്ക. സംശയമുണ്ടാകാം. പക്ഷെ ഒരു കാരണവശാലും ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. പോലീസ് വളരെ ഇച്ഛാശക്തിയോട് മുന്നോട്ട് പോകണം. ഒരു വിധത്തിലും ആരായാലും ഏത് കൊലകൊമ്പനായാലും ശരി ഒരു വിധത്തിൽ അട്ടിമറിയും ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് തന്നെയാണ്. സംശയത്തിൻ്റെ സംശയം ഉണ്ടാകാം. കാരണം സ്വാഭാവികമായിട്ട് സംശയമുണ്ടാകും. പക്ഷേ ഇവിടെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ഗവൺമെൻറ് ശക്തമായി തന്നെ പറയുന്നുണ്ടല്ലോ. ആരായിരുന്നാലും പിടിവിടുമെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതാണോ? അതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കർക്കശമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പോലീസ് ആവശ്യത്തിൽ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് യഥാർത്ഥ പ്രതികൾ പുറത്തു വരും. പുറത്തു വരുമ്പോൾ ഒരട്ടിമറിയും നടക്കേണ്ട കാര്യമില്ല. അട്ടിമറി നടത്താൻ പാടില്ല. അങ്ങനെ അട്ടിമറി നടത്തേണ്ട ആവശ്യമില്ലല്ലോ ഈ കാര്യത്തിൽ. ആരാണ് അട്ടിമറി നടത്തുന്നത്? ഗവൺമെൻറ്റോ? അതാണല്ലോ സൂചന. അട്ടിമറി നടത്തുന്ന ഗവൺമെൻറ്റാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണോ? അല്ലല്ലോ. അട്ടിമറി എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കേണ്ട കാര്യമില്ല. അട്ടിമറിയുടെ യാതൊരു സാഹചര്യവുമില്ല. ഈ പ്രശ്നത്തിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കണം. ഇപ്പോൾ നേരത്തെ ശ്രീ വടക്കഞ്ചേരി പറഞ്ഞ പോലെ ട്രേസ് എവിഡൻസ് മാത്രമല്ല, അനുഭവസ്ഥയായ സ്ത്രീയുടെ മൊഴി വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ പറയുന്നത്. അനുഭവസ്ഥയായ സ്ത്രീ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അവസാനത്തെ കണ്ണി ആരാണോ, എവിടം വരെ ഏതറ്റം വരെ ഇത് കണ്ണി നീണ്ടുപോകുന്നുണ്ടോ അവിടം വരെ പിടികൂടി
ആ കണ്ണി അറുത്ത് കളയണം. സിനിമാ ലോകത്തെന്നല്ല, ഇന്ന് സമൂഹത്തിൽ സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥ വളരെ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലുള്ള സുരക്ഷിതത്വം നമ്മുടെ സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾക്ക്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ നിങ്ങൾ നീക്കം നടത്തി ആദ്യമേ എന്ന് പല CPM നേതാക്കന്മാർക്കും പരാതി ഉണ്ട്. ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയ ഗുണം നേടാൻ വേണ്ടി കൊണ്ടുപോയി. പക്ഷേ ഇപ്പോൾ സർക്കാർ ഇതുവരെ എടുത്തിരിക്കുന്ന കാര്യങ്ങളെ കാരണം നിശ്ചയദാർഢ്യത്തോടു കൂടിയാണോ കാണേണ്ടത്? കാരണം ഇതിൻ്റെ ഭാവി, ഈ കേസിൻ്റെ ഭാവി പോലും നമ്മൾക്ക് ആ രീതിയിലേക്കൊക്കെ തന്നെ എല്ലാ പഴുതുകളും അടച്ച് ദൈവമാണെങ്കിൽ കൂടി വന്നാൽ കൂടി അറസ്റ്റ് ചെയ്യും എന്ന ഇച്ഛാശക്തിയോടുകൂടി AK ബാലൻ പറയുന്നു. അല്ല, ഞാൻ ഈ കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല. ഞാനൊരു സംശയം പ്രകടിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ശ്രീ ജോസഫൈൻ്റെ വാക്കുകൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുകയാണ്. കാര്യം വിശ്വസിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, ഇരയുടെ മൊഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിനകത്ത് ഇര ആരാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇരയുടെ മൊഴിയാണ്. പിന്നെ ശ്രീ AK ബാലൻ പറഞ്ഞത് പണ്ടൊരിക്കൽ മഹാനായ ഒരാൾ പറഞ്ഞ കാര്യമാണ്. കാര്യം സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ളയാണ് അത് പറഞ്ഞത്. ദൈവം തെറ്റു ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്തിരിക്കും എന്ന് സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ളയാണ് ഒരിക്കൽ പറഞ്ഞത്. അതാണിപ്പോൾ മറ്റൊരു രൂപത്തിൽ ശ്രീ AK ബാലൻ പറഞ്ഞത്. പിന്നെ ദൈവം മനുഷ്യൻ്റെ രൂപം എടുത്താണ് ഇവിടെ വരുന്നതെങ്കിലും പിന്നെ തെറ്റു ചെയ്താൽ ശിക്ഷിക്കപ്പെടും. തീർച്ചയായിട്ടും അതാണ് ആവശ്യം. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നതിനോട് ഞാൻ അതിശക്തമായ വിയോജിപ്പാണുള്ളത്. മാത്രമല്ല, സിനിമാ മേഖലയിൽ ആദ്യമൊക്കെ ഒറ്റപ്പെട്ട പ്രതികരണം ഉണ്ടായെങ്കിലും പിന്നീട് ആ ഒറ്റപ്പെട്ട പ്രതികരണം തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ടുകൊണ്ട് അവർ ഒറ്റക്കെട്ടായി എറണാകുളത്ത് അണിനിരന്നു. ഈ നടിയുടെ പിന്നിൽ അണിനിരന്നു. അത് വളരെ പിന്നെ ശുഭോദാർക്കമായ ഒരു കാര്യമാണ്. ആ അണിചേരൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു. അപ്പോൾ സിനിമാ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ അടുത്ത കാലത്തുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പിടിക്കപ്പെട്ട ആളുകളും പറഞ്ഞു കഴിഞ്ഞു. ശ്രീ മണികണ്ഠൻ്റെ മൊഴിയും പറഞ്ഞു എനിക്കൊരു കൊട്ടേഷനുണ്ട്, എനിക്കൊരു വർക്കുണ്ട്, ആ വർക്കിന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന ആളുകളുടെ മൊഴികളിൽ നിന്നൊരു കാര്യം വ്യക്തമായിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ല. ഇത് പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ അവനു വേണ്ടി ചെയ്തൊരു കാര്യമല്ല. ഇത് മാസങ്ങളായി നടന്നൊരു ഗൂഢാലോചനയാണ്, ഒരു ക്രിമിനൽ കോൺസ്പിറസിയാണ്. 120B ഉണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചു. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രൈമിലെ പ്രതികളെ മുഴുവൻ പിടിച്ച് അവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കി അവരെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് എല്ലാ കാലത്തും പോലീസ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അവിടം കൊണ്ട് തീരുകയാണ്. ഈ കാര്യത്തിൽ അത് പാടില്ല. കാരണം നിരന്തരമായി നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾ വേട്ടയാടപ്പെടുന്നു. ഏത് ഗവൺമെൻറ് കാലത്തായാലും അതിനി ആവർത്തിക്കാൻ പാടില്ല. സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണ്. ആ വ്യവസായത്തിൽ പണിയെടുക്കുന്നവരെല്ലാം ചെറുതും വലുതുമായ ആളുകൾ തൊഴിലാളികളാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് അവർ തൊഴിൽ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ അവരുടെ വീട്ടിൽ ഉറപ്പ് വേണം. ആ വീട്ടിൽ നിന്ന് അവർ തൊഴിൽ മേഖലയിൽ പോകുമ്പോൾ ആ സഞ്ചാര മേഖലയിൽ അവർക്ക് സുരക്ഷിതത്വം വേണം. തൊഴിലെടുക്കുന്നിടത്ത് സുരക്ഷിതത്വം വേണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്തൊരു ക്രിമിനൽ കോൺസ്പിറസി നടന്നു. ആ ക്രിമിനൽ കോൺസ്പിറസി ഞാൻ പിണറായി വിജയനെ പൂർണ്ണമായി ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നു. കാരണം ആ ക്രിമിനൽ കോൺസ്പിറസിയിൽ പറഞ്ഞു കേൾക്കുന്നത് വളരെ ഉന്നതന്മാരുടെ പേരാണ്. അത് രാഷ്ട്രീയക്കാർ വരെയുണ്ട്. അപ്പോൾ രാഷ്ട്രീയക്കാരുണ്ട്, സിനിമാക്കാരുണ്ട്, സാമ്പത്തികമായി സ്വാധീനമുള്ളവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ണൂർ പറഞ്ഞതുപോലെ പോലീസിന് നിഷ്പക്ഷമായി, നീതിപൂർവമായി, സ്വതന്ത്രമായി ഏതറ്റം വരെയും പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത്, എത്ര ഉന്നതനാണോ ഇതിൻ്റെ പിന്നിൽ, അത്തരം ആളുകളുടെ മുഖം മൂടി വലിച്ചെറിഞ്ഞ് പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇനിയും ഇത്തരം പൾസർ സുനിമാർ മറ്റു പലർക്കും വേണ്ടി കൊട്ടേഷൻ സ്വീകരിക്കും. കാര്യം കൊട്ടേഷൻ്റെ ഇപ്പോൾ ഈ കൊട്ടേഷൻ ഇവനെ പിടിച്ചു, നാളെ അവൻ കുറ്റം സമ്മതിച്ചു, അവനെ കോടതിയിൽ ഹാജരാക്കി, അവന് കൺമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്ത കൊട്ടേഷൻ വാങ്ങിച്ച് അവൻ അടുത്ത പണി തുടങ്ങും. അതുകൊണ്ട് ഈ കൊട്ടേഷൻ കൊടുക്കുന്നവനകത്ത് പോകണം. അകത്ത് പോയി കഴിഞ്ഞാൽ മേലാൽ ഒരുത്തരും കൊട്ടേഷൻ കൊടുക്കാൻ അഭ്യൂഹങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. ശ്രീ ബാലു കിരിയത്ത്, ഇതൊരു മെസ്സേജ് ഒരുപക്ഷെ കറുത്ത ദിനങ്ങളായിരുന്നുവെങ്കിലും അതിലൂടെ ഒരു മെസ്സേജ് ആ സിനിമാ ലോകം ഉൾക്കൊള്ളുമോ? അതോ ആ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന് അപ്പുറത്തേക്ക് ആ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത് മറ്റ് മാഫിയകൾ ആണോ? പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ഇവിടെ മറ്റ് സംഘടനകളൊന്നും കാര്യമായ രീതിയിലുള്ള ഇതിന് ശേഷവും ഇതിൻ്റെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുമൊക്കെ ചിന്തിക്കേണ്ട തലങ്ങളിലേക്ക് പോകുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊന്നുമേ ഇറക്കിയിട്ടുമില്ല. അതൊക്കെ തന്നെ ചില വിമർശനങ്ങളായിട്ടൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും ഇതൊരു വലിയൊരു മെസ്സേജ്, അതിൽ കൂടി ഒരു ചലനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ?
ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ശ്രീമതി MC ജോസഫൈൻ വളരെ ശക്തമായി പ്രതികരിച്ചത്. ഞാൻ അവരെ ബഹുമാനിക്കുന്നു. ഇത് സിനിമാ മേഖലയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മളിപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കേണ്ട. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ഉണ്ണിത്താൻ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഇത് നടക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തുണ്ട്, ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിനെ അറുതി വരുത്തുവാനായിട്ട് ഭരണവും ഭരണാധികാരികളും പോലീസും അതിന് വേണ്ടി നിലനിൽക്കൊള്ളണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന ഇത് ഇപ്പോൾ അടുത്ത ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഇത് ചർച്ചയിൽ നിന്നേ മാറുന്നു. ഇനിയൊരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും മീഡിയാസ് എല്ലാം തന്നെ ഇതങ്ങ് മറന്നിട്ട് അടുത്തേക്ക് പോവുകയാണ്. ഇതവിടെ അവസാനിച്ചു. പക്ഷേ ഇവിടെ ശിക്ഷിക്കപ്പെട്ടോ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെട്ടോ, അവനെ പിടിച്ചോ എന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, രാഷ്ട്രീയത്തിന് അതീതമായി പറയുകയാണ് പറഞ്ഞു. അതുപോലെ മന്ത്രി ശ്രീ AK ബാലൻ അദ്ദേഹം പറഞ്ഞു തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുന്നു ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായാണ് ഇതിനെ കാണേണ്ടത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും ഇവിടെ ഭരണാധികാരികളും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുന്നു പറയുമെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന മനസ്സ് എല്ലാ രാഷ്ട്രീയക്കാരനും ഉണ്ടാവണം എന്ന് ഞാൻ ഒരു കലാകാരൻ എന്നുള്ളത്, രാഷ്ട്രീയക്കാരൻ തന്നെയാണ്, കലാകാരൻ എന്നുള്ളത് പറയുന്നു. ഇന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്തവൻ പിടിക്കപ്പെടും, പിടിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നാം സന്തോഷിക്കണം, അതിൽ നമ്മൾ അഭിമാനിക്കണം, അതിനെ നമ്മൾ അംഗീകരിക്കണം. തീർച്ചയായും. ഹിമാശങ്കർ, ന്യൂ ജനറേഷൻ്റെ ഈ ഉപോൽപ്പന്നങ്ങളാണിതെന്നൊക്കെ ഒരുപക്ഷെ കാരണവർമ്മ സിനിമയിൽ പറയാറുണ്ട്. പക്ഷേ അതിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട തരത്തിലേക്ക് എന്ത് സംവിധാനമാണ് ഇനി വേണ്ടത്? ഒരു സ്വയം തിരുത്തലിന് വിധേയമാകണോ, അതോ തിരുത്തൽ ശക്തമായി തന്നെ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരണമെന്നാണ്? തിരുത്തൽ ഓരോരുത്തരും നടത്തണ്ടേ, അല്ലാതെ ഇപ്പോൾ ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുമ്പോൾ ഒരു പവറിന്റെ ഗെയിം എപ്പോഴും ഉണ്ട്. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ഞാനൊക്കെ, എനിക്ക് തോന്നുന്നു സംസാരിക്കുന്ന സ്ത്രീകളെ സിനിമാ മേഖലയ്ക്ക് ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന സ്ത്രീകളല്ല ഐക്കൺ പോയിന്റായിട്ട് സിനിമാ മേഖല ഉയർത്തിപ്പിടിക്കുന്നത്. മഞ്ജു വാര്യറിനെ ഞാൻ മാറ്റി നിർത്തുന്നു, അങ്ങനെയുള്ള കുറച്ച് പേരെ ഞാൻ മാറ്റി നിർത്തുന്നു. പക്ഷെ അല്ലാതെ സംസാരിക്കുന്ന, അഭിപ്രായം പറയുന്ന തൻ്റെ ഇടമുള്ള സ്ത്രീകളെല്ലാം സിനിമാ മേഖലയ്ക്ക് ആവശ്യമെന്ന് പലപ്പോഴും പല സിനിമകളും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതുപോലെ മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിൽ, സിനിമ എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി സമൂഹത്തിൽ അതിന് എങ്ങനെ ഇടപെടാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ സാധ്യതകളെ വിനിയോഗിക്കണം. അങ്ങനെ ഒരു മാറ്റം കംപ്ലീറ്റ്ലി ഉണ്ടാവാനായിട്ട് സിനിമാക്കാർ വിചാരിച്ചാൽ ഈ കേരളത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിന് സിനിമാക്കാർ തന്നെ മനസ്സിലാക്കണം എന്നാണ് ആദ്യം. കാരണം അതൊരു പവർഫുൾ മീഡിയമാണ്. അപ്പം ആ മാറ്റം ഓരോരുത്തരെയും തുടങ്ങണം. അതിപ്പോൾ പവറിന്റെ കളി കളിക്കുന്നത് എളുപ്പമല്ല. അത് രാഷ്ട്രീയത്തിലും എല്ലാത്തിനോടും ഇന്റർ റിലേറ്റഡ് ആണ് ഈ പവർ ഗെയിം എന്ന് പറയുന്നത്. ആ പവർ ഗെയിം എന്താണ് സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ചലനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു കച്ചവടം ആയി ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു കലാരൂപത്തെ മാറ്റുന്നു, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ആ പൈസ ഉണ്ടാക്കുന്ന ആ സിനിമകളിലും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഇപ്പൊ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, 164 സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായും കാര്യങ്ങൾ, ചില സൂചനകൾ, ചിലരുടെയൊക്കെ തന്നെ പേരുകൾ ഉണ്ടോ? അങ്ങനെ പല ഈ പൾസർ സുനിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം അറിയാമല്ലോ. അത് അദ്ദേഹം പറഞ്ഞു, അതിനപ്പുറത്തേക്കാണ് അത് നീങ്ങുന്നത്. 164 സ്റ്റേറ്റ്മെൻ്റ് ആണത്. അത് നമുക്കൊരിക്കലും മാറ്റിമറിക്കാൻ കഴിയില്ല, രഹസ്യമൊഴിയാണ്. അതെന്തെക്കാലവും നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് എല്ലാ തലങ്ങളിലേക്കും അന്വേഷണം പോകുമോ? നാളെ ഒരുപക്ഷെ ഇദ്ദേഹം കീഴടങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്ത്? അവിടെ കോടതികളിലേക്ക് എത്തിയാൽ ഈ പറയുന്ന കണ്ണികളിലേക്കൊക്കെ എത്തുമോ അന്വേഷണം? താങ്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയും. അതായത് 164 സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ ഈ നടി കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുവരെ അത് കണ്ടിട്ടില്ല. എല്ലാം സൂചനയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ കേസ്, അന്വേഷണം അടുത്തെങ്കിലും തീരൂല. അതായത് ഇതിനകത്തുള്ള സർഫസ് ക്രിമിനൽസിനെ പിടിച്ച് ആക്രമിച്ചു എന്നുള്ളതിന് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തി നീതി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവർ സോഴ്സ് ക്രിമിനൽസിലേക്ക് പോയാൽ അതിന് മൂലം, അതിന് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതായ ലെവലിൽ സ്വാധീനവും പണശക്തിയൊക്കെ ഉള്ളതായ ആളുകളിലേക്ക് എത്തുന്നതുകൊണ്ട് ഈ പറയുന്ന സ്പീഡിലൊന്നും കാര്യങ്ങൾ നീങ്ങൂല. ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞാലും ഈ കേസിൻ്റെ സമാപ്തിയിലേക്ക് എത്തില്ല. കാരണം സർഫസ് ക്രിമിനൽസിനെ പിടിക്കാൻ പറ്റും, പക്ഷേ സോഴ്സ് ക്രിമിനൽസിനെ പിടിച്ച് അങ്ങനെ കേട്ടറിവ് വെച്ച് അങ്ങനെ ഒരു വ്യക്തമായ കരങ്ങളാണോ ഇതിന്റെ പിന്നിൽ? ഈ കേട്ട് കിംവദന്തി അല്ലെങ്കിൽ ഹിയർസേ, ഇതെല്ലാം നാളെ ഈ സുനി
ഹാജരാകുകയാണെങ്കിൽ അല്ലെങ്കിൽ സുനിയെ പിടിക്കുകയാണെങ്കിൽ ആ സുനിലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ വൈകുന്നേരത്തോ മറ്റന്നാളോ ഇതെങ്ങനെ പോകുമെന്നതിനെ പറ്റി വ്യക്തമായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേട്ടറിവ് വെച്ചാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ പിന്നിൽ ശക്തന്മാരാണെന്ന് താങ്കൾക്കും അനുമാനിക്കേണ്ടി വരികയാണോ? അങ്ങനെയെങ്കിൽ കേസ് ഈ സർക്കാരിൻ്റെ പറയുന്നത് പോലെ അവിടുത്തെ DGP ഒക്കെ തന്നെ നടത്തുന്ന ശ്രമങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ശുഭസൂചനയോട്, കാരണം ഇനി ഒരു ഇര ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന അർത്ഥത്തിലേക്ക് സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച്. ഞാൻ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. കേട്ടറിവല്ല, എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് ബോധ്യപ്പെടുന്നു? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ. അതിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇതിനകത്തൊരു ക്രിമിനൽ കോൺസ്പിറസി നടന്നതായി ഇര വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉറപ്പാണ്, അത് ഡാം ഷുവറാണ്, അതിനകത്ത് ഇനി ഒരു മാറ്റമില്ല. ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നതായി ഇര ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇരയുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകൾ അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിമിനൽ മാത്രമല്ല, ഈ നമ്മളിപ്പോൾ പല കാര്യങ്ങളും മാധ്യമങ്ങൾ വരുന്നതാണല്ലോ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് ആക്രമണം നടത്തി എന്ന് പറയപ്പെടുന്ന, കൊട്ടേഷൻ ഏറ്റെടുത്തു എന്ന് പറയപ്പെടുന്ന ആളും പറഞ്ഞതായി ഇര വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നു? ഇത് എനിക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്, എന്നോട് സഹകരിക്കണമെന്നാണ് പറഞ്ഞത് ആ കൊട്ടേഷൻ പൂർത്തിയാക്കാൻ. അപ്പോൾ ആരെങ്കിലും ഒരാൾ കൊട്ടേഷൻ കൊടുക്കാതെ കൊട്ടേഷൻ കിട്ടത്തില്ലല്ലോ. ഞാനിവിടെ ഗവൺമെൻറ് ഇപ്പോഴത്തെ പോക്കിലൊന്നും ഞാൻ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷേ ജോസഫിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം, ഇന്നലെ ഞാൻ ഈ കൈരളി ചാനൽ ലൈവ് ഒരു രംഗം കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഇന്നലെ സിനിമാ ലോകത്തിൻ്റെ ഒരു കൂട്ടായ്മ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അതിനകത്ത് ഒരു സിനിമാ ആർട്ടിസ്റ്റ് വാവിട്ടി പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടു. ഒരു മലയാള ഡബിംഗ് ആർട്ടിസ്റ്റായ ശ്രീമതി ഭാഗ്യലക്ഷ്മി, അവർക്ക് നേരത്തെ ഉണ്ടായ ഒരു ദുരനുഭവം അവർ വർണ്ണിച്ചിട്ട് വാവിട്ട് നിലവിളിക്കുകയാണ്. അവരും പാർവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂടി വടക്കഞ്ചേരിയിലെ ഒരു പീഡന കേസ് കൊണ്ടുപോയി പൊതുജനമധ്യത്തിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം അവർക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന പീഡനങ്ങളാണ് അവരവർ വർണ്ണിച്ചത്. ഒരു സ്ത്രീയുടെ മാനം കാക്കാൻ വേണ്ടി അവർ രണ്ടുപേർ പത്രസമ്മേളനം നടത്തി, മുഖ്യമന്ത്രിയെ വിവരങ്ങൾ അറിയിച്ചു, പൊതുജനത്തെ അറിയിച്ചു. എന്നിട്ടിപ്പോൾ രാത്രിയിൽ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെ അവമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ വാവിട്ട് നിലവിളിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കുറേ നാളത്തെ അനുഭവം, ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പം നമുക്കറിയാം, യൂണിവേഴ്സിറ്റി കോളേജിൽ സദാചാര ഗുണ്ടായുസത്തിന് പേരിൽ ഒരു പെൺകുട്ടി പോയി പരാതി കൊടുത്തിട്ട് പരാതിക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ അത് ഈ കാര്യത്തിൽ അത് ആവർത്തിക്കാൻ പാടില്ല. ജോസഫൈന്റെ വാക്കുകൾ അതുകൊണ്ടാണ് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നത്. ശ്രീ ജോസഫൈൻ, ഇതൊക്കെ ഉദാഹരണങ്ങളായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകൾക്ക് പൂർണ്ണ വിശ്വാസം ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുമെങ്കിലും ചില സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവസാനമായി മറുപടി. ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഒരു നിശ്ചിത സമയത്തോളം ചർച്ചകൾ നടക്കും. നേരത്തെ വടക്കഞ്ചേരി സൂചിപ്പിച്ച വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതല്ല വേണ്ടത്. കേരളീയ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം വേട്ടയാടലുകൾ, അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പശ്ചാത്തലം, ഇതെല്ലാം അന്വേഷണ വിധേയമാക്കണം, പഠന വിധേയമാക്കണം. എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഇങ്ങനെ ഒരു മനോവൈകൃതത്തിലേക്ക് വരുന്നു? ഒരു വശത്ത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള സ്ത്രീകളെ വേട്ടയാടുന്ന, തട്ടിക്കൊണ്ടുപോകുന്ന, ആക്രമിക്കുന്ന അവസ്ഥ, മാനഭംഗപ്പെടുത്തുന്ന അവസ്ഥ. മറ്റൊരു വശത്ത് പ്രായവ്യത്യാസമെന്ന സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകൾ. ഇതേക്കുറിച്ച് നമ്മുടെ സമൂഹം എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മനോവൈകൃതത്തിലേക്ക് വരുന്നു? എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ലൈംഗിക അരാജകത്വം നിലനിൽക്കുന്നു? എന്തുകൊണ്ട് സ്ത്രീകൾ ഈ വിധത്തിൽ ഇരയാക്കപ്പെടുന്നു? ഇതൊരു വലിയൊരു പഠനത്തിനും ചർച്ചയ്ക്കും വിധേയമാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ഒരു പൊതുപ്രവർത്തകനിലേക്ക്, ഒരു സ്ത്രീ പ്രവർത്തകനിലേക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും താൽക്കാലികമായ ചർച്ചകളല്ല, ഈ ചർച്ചകൾ ആവശ്യമാണ്. കാരണം യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഈ ചർച്ചകൾ ആവശ്യമാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഈ കാര്യത്തിലുള്ള സമീപനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം 2 ദിവസത്തിന് മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരു ശ്രമം നടത്തി. ഇതിൽ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ പ്രശ്നമല്ല.
നമ്മളുടെ അമ്മമാര്, നമ്മളുടെ പെൺകുഞ്ഞുങ്ങൾ, ഞങ്ങൾ സ്ത്രീകൾ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി, മാനസിക സംഘർഷം നിങ്ങൾക്ക് എങ്ങനെ അളക്കാൻ കഴിയും? ഞാൻ തീർച്ചയായും ചോദിക്കുകയാണ് ഈ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ നിയമ പോരാട്ടത്തിലും ഉണ്ടാകണമെന്ന് തന്നെയാണ് MC ജോസഫിനും ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും അടക്കമുള്ള രാഷ്ട്രീയ ദിശയിൽ നിന്നുള്ള ചർച്ചകളും മുന്നോട്ട് വരുന്ന. ചർച്ചയിൽ പങ്കുചേർന്ന ബാലു കിരിയത്ത്, രാജ്മോഹൻ ഉണ്ണിത്താൻ, MC ജോസഫിൻ, ജെയിംസ് വടക്കഞ്ചേരി നിയമവശം വ്യക്തമായി ചൂണ്ടിക്കാട്ടി. ഹിമാശങ്കർ നന്ദി അറിയിക്കുന്നു. ലിബർട്ടി ബഷീർ കൂടി ചർച്ചയിൽ പങ്കുചേർന്നു. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.